ആറ്റിയാലൊന്ന് പോയി തൊഴുതിട്ട് വന്നാലോ? പൊങ്കാലയ്ക്ക് 2 ദിവസം നേരത്തെ തന്നെ പോയി തൊഴുന്നുണ്ടേ. തിരക്കൊക്കെയും കാരണം തൊഴാൻ പറ്റിയില്ലെങ്കിലോ? പിന്നെ പാർക്കിങ്ങിന് നേരെ അകത്തോട്ട് വന്നപ്പോഴത്തേനും അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പേ പാർക്കിങ്ങിൽ പോയി പാർക്കും ചെയ്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് നടന്നു. അമ്പലത്തിലോട്ട് പോയപ്പോൾ വിചാരിച്ചത്രയും തിരക്കില്ലാന്ന് തോന്നി. പിന്നെ കമ്പിയൊക്കെയും പൊളിച്ചാണ് ചാടി കയറിയാണ് തൊഴാൻ പോകുന്നത്. എന്തോ അത് തുറന്നു തന്നില്ല. ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ഇടിയായിരുന്നു. തിരക്ക് കുറഞ്ഞാലും മലയാളികൾ അങ്ങനെയാണല്ലോ, ഇടിച്ചും തള്ളിയും പോകുന്നതാണ് അവർക്കിഷ്ടം. ഇടി കൊണ്ട് അവസാനം നടയിലെത്തിയപ്പോഴത്തേനും പിന്നെ ഫോട്ടോയും വീഡിയോ ഒന്നും അലോഡല്ല. ദേവിയെ കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും കൂറ്റം മഴ. അതാണെങ്കിൽ 1 മണിക്കൂർ അടുപ്പിച്ച് പെയ്യുകയും ചെയ്ത്. ക്യൂ നിൽക്കുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു മഴ കാരണം അകത്ത് നിന്നിട്ടുണ്ടായിരുന്നു, കുട എടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അമ്പലം മുഴുവൻ ലൈറ്റ് ഇട്ട് അടിപൊളിയാക്കി വെച്ചേക്കുന്നത്. നേരത്തെ പോയോണ്ട് തന്നെ ആദ്യം പോയപ്പോൾ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായതുകൊണ്ട് ലൈറ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഒരു നാരങ്ങ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോയി. നാരങ്ങ വിളക്കും വാങ്ങി കത്തിച്ചിട്ട് അവിടുന്ന് നേരെ പുറത്തോട്ട് പോയപ്പോൾ കുറേ അധികം സുന്ദരിമാരെ കണ്ടിരുന്നു ഡാൻസ് കളിക്കാൻ വന്നേ. അവിടുന്ന് നേരെ ഞങ്ങൾ പോയപ്പോഴാണ് ഗൈസ് ഇത് കണ്ടത്. ട്വിസ്റ്റ്. ആറ്റിയാൽ അമ്പലം അങ്ങനെ ശംഖുമുഖം ബീച്ചായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഋതുവിനൊരു കളിപ്പാട്ടം വാങ്ങിക്കാൻ പോയ കളിപ്പാട്ടക്കടയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ അവിടെ നിന്ന് നേരെ പോയി ഒരു കോളിഫ്ലവറും കഴിച്ച് ഞങ്ങൾ നേരെ സംഗീത കച്ചേരിയാണെന്ന് തോന്നുന്നു, അതും കേട്ട് കുറച്ചു നേരം ഇരുന്ന് കോളിഫ്ലവറും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് കപ്പലണ്ടിയും കുറച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്.